വെള്ളപ്പട്ടാളങ്ങളെ ഒന്ന് കൊഴുപ്പിക്കാനായിട്ട് തേങ്ങാപ്പീരയും എരിവ് കൂട്ടാനായിട്ട് തൊടിയിൽ അങ്ങനെ സർവാധികാരിയായി നിന്ന കാന്താരിയിൽ നിന്നും വിളഞ്ഞ 5-6 കാന്താരിയും രുചി കൂട്ടാനായിട്ട് 5-6 കൊച്ചുള്ളിയും കൂടി എടുത്ത് നന്നായിട്ട് ചതച്ച് വെച്ചു. ചതച്ച് ഇഞ്ചപ്പരുവാക്കി വെച്ചിരിക്കുന്ന 3 പേരെയും ഒന്നിച്ചൊരു ചട്ടിയിലേക്കാക്കി. അവർക്ക് കൂട്ടിനായി മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എന്നിവരെയും കൂടെ പറഞ്ഞു വിട്ടു. കൂട്ടത്തിലൊരൽപ്പം എണ്ണയും കൂടെ തൂവി നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുത്തു. ശേഷം വെള്ളപ്പട്ടാളങ്ങളെയും കൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അവർക്ക് നീന്തി തുടിക്കാൻ ആവശ്യമായ വെള്ളവും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കൂട്ടിനായിട്ട് 2 കുടംപുളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പറയാൻ മറന്നുപോയി, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ.